ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത ഇന്ത്യയിൽ ആദ്യത്തെ HMPV കേസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. HMPV അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് പറയുന്ന ചൈനയിൽ ഉത്ഭവിച്ചിരിക്കുന്ന പുതിയ വൈറസ് അത് ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലാണ് ആദ്യത്തെ കേസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ആ കുഞ്ഞിന് യാത്രാ പശ്ചാത്തലമില്ല എന്നാണ് നിലവിൽ കർണാടക ആരോഗ്യ വകുപ്പ് പുറത്തുവിടുന്ന വാർത്ത എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇത് എവിടെ നിന്നാണ് കുഞ്ഞിന് വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ ആശുപത്രിയുടെ ലാബിൽ നടന്ന പരിശോധനയിലാണ് HMPV 8 മാസം പ്രായമുള്ള കുഞ്ഞിന് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്ത് തന്നെയായിരുന്നാലും വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് നമ്മുടെ രാജ്യം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, ഡൽഹിയിൽ വലിയ മാർഗനിർദ്ദേശങ്ങളാണ് ഈ വൈറസിനെ പ്രതിരോധിക്കാനായി പുറത്തുവിട്ടിരിക്കുന്നത്. ഡൽഹിയിൽ കർശന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോട്ട കെട്ടാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ വൈറസിനെതിരെ തയ്യാറെടുപ്പ് ഉറപ്പാക്കാനായി, അതായത് ഡൽഹിയിൽ ഈ വൈറസ് പടർന്നു പിടിക്കുന്നതിന്റെ തയ്യാറെടുപ്പ് ഉറപ്പാക്കാനായി ആദ്യം ഡൽഹിയിലാണ് ഇത് വരുന്നത്. എന്തൊക്കെയാണ് അവർ നടത്തിയ തയ്യാറെടുപ്പ് നോക്കാം. ആരോഗ്യ അധികാരികൾ ഞായറാഴ്ച വലിയൊരു യോഗം വിളിച്ചിരുന്നു. ഞായറാഴ്ച എല്ലാവർക്കും, എല്ലാ ആശുപത്രികൾക്കും ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നു. ശ്വാസകോശം സംബന്ധിച്ച അസുഖം നേരിടാൻ ആരോഗ്യ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഡോക്ടർ വന്ദന, ചീഫ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും IDSP സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർമാരുടെയും യോഗമാണ് കഴിഞ്ഞ ദിവസം വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഉണ്ടായ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് IHIP പോർട്ടൽ വഴി ഇൻഫ്ലുവൻസ രോഗങ്ങളും സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കേസുകളും ഉടൻ റിപ്പോർട്ട് ചെയ്യാനാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും രോഗവുമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യണം എന്നാണ് ഇവർ ആശുപത്രികൾക്ക് കൊടുത്തിരിക്കുന്ന കർശനമായ നിർദ്ദേശം എന്ന് പറയുന്നത്. കർശനമായിട്ടുള്ള ഐസൊലേഷൻ പ്രോട്ടോകോൾ അടക്കം ഇപ്പോൾ ഡൽഹിയിൽ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോരാത്തതിന് സംശയാസ്പദമായ കേസുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശം. കൃത്യമായ നിരീക്ഷണത്തിന് SIRI കേസുകളുടെയും ഇൻഫ്ലുവൻസ കേസുകളുടെയും ഡോക്യുമെന്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 കേസുകളുടെയും ഡോക്യുമെന്റേഷൻ കൃത്യമായി ഡൽഹിയിൽ എല്ലാ ആശുപത്രികളും നൽകണം, അത് സൂക്ഷിക്കണം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പാരസിറ്റമോൾ, ആന്റി ഹിസ്റ്റാമൈൻസ്, ബ്രോങ്കോഡിലൈറ്റൈസർ, ഓക്സിജൻ എന്നിവയ്ക്ക് പുറമെ സകല രോഗങ്ങൾക്കുള്ള മരുന്നുകളും കൃത്യമായി സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. പോരാത്തതിന് മിതമായ കേസുകൾക്ക് വേണ്ടി കഫ് സിറപ്പുകൾ എന്നിവയുടെ ലഭ്യത കൃത്യമായി ഉറപ്പാക്കണം. കാരണം ഈ അസുഖം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. അങ്ങനെയാണ് പല ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. അതുകൊണ്ട് മിതമായ അസുഖമാണെങ്കിൽ അതിനു വേണ്ട കഫ് സിറപ്പുകൾ കൃത്യമായി സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഡൽഹി ഇത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ ഐസൊലേഷൻ പ്രോട്ടോകോൾ അടക്കമുള്ള മാനദണ്ഡങ്ങൾ ഡൽഹി പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും WHO അടക്കം, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കം ഇന്ത്യ കർശനമായിട്ടുള്ള ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ്. ചൈനയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി പഠിച്ച് ലോകരാജ്യങ്ങളെ അറിയിക്കണമെന്നാണ് ഇന്ത്യ പറയുന്നത്. ഇപ്പോഴും ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ്. കോവിഡ് വന്നപ്പോഴും സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു ചൈനയിൽ നിന്നുണ്ടായത്. അതായത് ചൈനയിൽ കോവിഡ് വന്നപ്പോൾ ചൈന ആദ്യം പറഞ്ഞത് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ കോവിഡ് എന്ന ഭൂതത്തെ ചൈന പുറത്തേക്ക് അഴിച്ചുവിടുകയായിരുന്നു. കോവിഡ് ആദ്യം ലോകത്തേക്ക് എത്തിച്ച ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ ചൈന പൂട്ടിയിടുകയാണ് ചെയ്തത് ഈ വിവരം പുറത്തു പോകാതിരിക്കാനായി. പോരാത്തതിന് ചൈന പഠിക്കാനായി വുഹാൻ എന്ന് പറയുന്ന നഗരം, വുഹാനിൽ നിന്നാണ് ആദ്യം കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത്, വുഹാൻ എന്ന നഗരത്തിലേക്ക് എത്തിയ WHO അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി, അതായത് ഈ കോവിഡ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാതിരിക്കാനായി ചൈന ഡാം തുറന്നു വിടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ചൈനയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഈ രോഗം ഒരു വില്ലനല്ല എന്നുള്ളൊരു പ്രസ്താവന വരുമ്പോൾ അത് ലോകരാജ്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പണി തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.